ശിക്ഷ കഴിഞ്ഞിട്ടാണ് വിചാരണ വരുന്നത്. അതാണ് ഹാഷ്മി ചെയ്ത നമ്മൾ ആ തെറ്റെന്ന് നമുക്ക് പറയാനൊക്കുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും നടക്കത്തില്ല എന്ന് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡിസ്കഷൻ ഇല്ലല്ലോ. കാരണം അയാൾ നിലപാടെടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ വാദിക്കുന്ന രണ്ട് വക്കീലന്മാരുടെ പോയിന്റിലാണ് ഞാനും ഹാഷ്മിയും നിൽക്കുന്നെങ്കിൽ ഹാഷ്മിക്ക് ഞാൻ പറയുന്നത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വാദിക്കാനാകത്തില്ല. ഏതൊരു ഭാഗം വക്കീൽ പറഞ്ഞ് നിങ്ങൾ പറയുന്നതിനകത്ത് ന്യായമുണ്ട് എന്നൊരു വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ മറുവശത്ത് നിൽക്കാൻ ബാധ്യത വരും. അയാൾക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമായാലും സമ്മതിക്കാനാകത്തില്ല. കാരണം അത് നിലപാടുകൾ കൊണ്ട് വരുന്നതാണ്. കാരണം നമ്മൾ വക്കീലന്മാർക്ക് അവരുടെ പ്രതിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് അയാൾ എടുക്കുന്ന ആ പ്രസ്ഥാനം എടുത്ത നിലപാടിനെ സംരക്ഷിക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടല്ല അയാളുടെ. പക്ഷേ അത് അങ്ങനെ പറയുന്ന സമയത്ത് ഈ മറ്റേയാളുടെ വാദങ്ങളെ മാത്രമല്ല പറയുന്ന ആളിൻ്റെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തത്. അതാണ് ഞാൻ ഈ പറയുന്നത്.